ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്ക വെച്ച് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. പേഴ്സണലി എനിക്ക് വെണ്ടയ്ക്ക ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ വീട്ടിൽ എപ്പോഴും വെണ്ടയ്ക്ക ഉപ്പേരി, വെണ്ടയ്ക്ക കറി ഇങ്ങനെയേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കി പിടിച്ചാലോ. ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലിത് തീരുന്ന വഴി കാണത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രം മതി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് മെയിൻ സാധനം വെണ്ടയ്ക്ക ഇതേപോലെ കഷ്ണാക്കി എടുത്ത് വേണം. പിന്നെ ഉള്ളി ഇതേപോലെ കുനുകുനാ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചതച്ചതും, വെളുത്തുള്ളി ഇതേപോലെ ചെറിയ പീസാക്കിയത്, പിന്നെ ഒരു വറ്റൽമുളക്, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് ഇതേപോലെ പേസ്റ്റ് ആക്കിയതാണേ. ഓക്കെ, അത് വേണം. പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും ഐറ്റം മാത്രം മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിണ്, എന്നാലും നമ്മളിത് തന്നെ ഉണ്ടാക്കണത്. അപ്പം അതിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ഇതിലോട്ടൊന്ന് മിണ്ടല്ലേ തട്ടി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിലോട്ട് ലേശം മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, പിന്നെ ഒരു കറിവേപ്പില ഇട്ട് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ട് വീണ്ടും നമുക്ക് അതിൽ തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഉള്ളി അതിലോട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പച്ചമുളക് അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി അതൊന്ന് ജസ്റ്റ് വാടി വരാൻ ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതൊന്ന് വാടി കഴിഞ്ഞ ശേഷം അതിലോട്ട് മുളക് പൊടി ആവശ്യത്തിന്, എല്ലാ ആവശ്യത്തിന് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുക്കണത് അതിനനുസരിച്ച് ഇട്ടാൽ മതിയേ. മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലോട്ടൊന്ന് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക അതിലോട്ട് നേരെ തട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ഇടാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അത് ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നേ വറ്റൽമുളകൊക്കെ ഇടാൻ മറന്നു പോകരുത്. അതിൽ നന്നായിട്ട് മസാല പിടിക്കട്ടെ. അപ്പോൾ 2 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അപ്പം ലേശം ഒരു ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഐറ്റം നല്ല രീതിക്ക് മസാല പിടിച്ചിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു വാഴയില എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എടുത്തു തരാം നടക്ക്. എന്നിട്ട് അതിലോട്ട് എല്ലാം നമ്മൾ തട്ടി നല്ല അടിപൊളിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു നാരങ്ങ നീരും കൂടെ ഇറ്റിച്ച് കൊടുത്തിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടി ഞാനൊരു കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് പൊതിഞ്ഞ് ഒന്ന് കെട്ടി വയ്ക്കാം. ഇനി നമ്മൾ അതേ പാനിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കഴുകൊന്നും വേണ്ട. അപ്പം അതിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിപ്പോൾ നമ്മൾ കെട്ടി വെച്ചിട്ടുള്ളൊരു ഐറ്റം തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ നേരത്ത് മാത്രം ഇത് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും തികയത്തില്ല. എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ ബൈ.